നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരെ വെള്ളപൂശാനാണ് CPM ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശാന്തൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടും അന്വേഷണ സംഘം അതിന് തയ്യാറായിട്ടില്ല എന്നാണ് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറയുന്നത്. പ്രശാന്ത് നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ നടപടിയെടുക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്, അവർ അതിന് തയ്യാറാകുന്നില്ല എന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. PP ദിവ്യയെ സംരക്ഷിക്കാനാണ് CPM നേതൃത്വം ശ്രമിക്കുന്നത്. ദിവ്യയെ പിണക്കിയാൽ പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴും എന്ന ഭയം CPM നേതൃത്വത്തിനുണ്ടെന്ന് മാർട്ടിൻ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രശാന്തനെ രക്ഷിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിവ്യത്താനും അതോടൊപ്പം അതിലുപരിയായി ഇതിന് പിന്നിലുള്ള CPM-ന്റെ നേതാക്കന്മാർ AKG സെന്ററിൽ നിന്നും കത്ത് എഴുതിയിരിക്കുന്നു. ഈ മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറയുന്ന കത്ത് അത് AKG സെന്ററിൽ നിന്ന് എഴുതിയതാണ്. അത് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫായിട്ടുള്ളവർ അതിനകത്ത് പിന്നിലുണ്ട്. AKG സെന്ററിലെ സ്റ്റാഫാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നൊക്കെ പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമല്ലേ? അതുകൊണ്ടല്ലേ CBI അന്വേഷണം വേണ്ട എന്ന് പറയുന്നത്. CBI അന്വേഷണം നടത്തിയാൽ എന്താണ് കുഴപ്പം? ഇവിടെ ഈ SLT ഇവരിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരിക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റ് ഏത് തലത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്? നമ്മൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? അപ്പം ഇതിനകത്ത് കുടുംബത്തിന് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ഈ ദുരൂഹതകൾ നീക്കം ചെയ്യപ്പെടാൻ CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. അതൊരു ആവശ്യകരമായ ഘടകമാണ് എന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായമെന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതേസമയം ആലപ്പുഴ ചെറിയനാട് ഭാസ്കര കാർണവർ വധക്കേസിൽ പ്രതിയായ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട മരുമകൾ ഷെറിനെ വിട്ടയക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നിൽ ഒരു മന്ത്രിയുടെ ഇടപെടൽ ചർച്ചയാകുന്നുണ്ട്. കൂട്ടുപ്രതികൾക്ക് ലഭിക്കാത്ത പരിഗണന ഷെറിക്ക് മാത്രം ലഭിച്ചത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണമെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറിമാരായ T ജയകൃഷ്ണൻ, മനോജ് കൂവേരി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.